ജെ.ബി. കോശി റിപ്പോർട്ടിന്റെ തൽസ്ഥിതി സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്ന് മാർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നും മാർത്തോമാ സഭാധ്യക്ഷൻ പറഞ്ഞു. 131ാമത് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ തിയഡോഷ്യസ് മെത്രാപ്പൊലീത്ത. കോഴഞ്ചേരിയിലെ പമ്പാ മണൽ തീരത്ത് നൂറുകണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കിയാണ് മാരാമൺ കൺവെൻഷന് തുടക്കമായത്. കോഴഞ്ചേരിയിലെ പമ്പാ മണൽ തീരത്തിനി ഒരാഴ്ചക്കാലം വചന പ്രഘോഷണത്തിന്റെ ദിനരാത്രങ്ങളാണ്. പരമ്പരാഗത ശൈലിയിൽ തയ്യാറാക്കിയ ഓലപ്പന്തലിൽ 1,00,000 പേർക്കിരിക്കാം. ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി സമർപ്പിച്ച ജെ.ബി. കോശി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വ്യക്തമാക്കണമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടു. രാജ്യത്ത് ക്രൈസ്തവ സമൂഹം നേരിടുന്ന വിവിധ വിഷയങ്ങളടക്കം ഉദ്ഘാടന പ്രസംഗത്തിൽ മെത്രാപ്പൊലീത്ത പരാമർശിച്ചു. 2023 സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ ഇനിയെങ്കിലും പുറത്തുവിടുവാനും നടപ്പിലാക്കുവാനും ബന്ധപ്പെട്ടതായ ആളുകൾ ഇച്ഛാശക്തി കാട്ടണം. മത അധ്യാപകർക്ക് ക്ഷേമനിധി എന്ന നിർദ്ദേശവുമായി സർക്കാർ വരുമ്പോൾ അതേക്കുറിച്ച് ജെ.ബി. കോശി കമ്മീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ കഴിയണം. നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സഭാ സംവിധാനത്തിലേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾക്കുള്ള മറ്റൊരു പിൻവാതിൽ ആയിട്ട് അത് തീരരുത്. മന്ത്രിമാരായ വീണ ജോർജും സജി ചെറിയാനും അടക്കമുള്ള ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. സഭയിലെ മെത്രാപ്പൊലീത്തമാർക്ക് പുറമെ അമേരിക്കയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമുള്ള വൈദികരുമുണ്ട്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.